നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അറിവിന്റെ ആകാശത്തേക്ക് പറന്നുയരാൻ വിദ്യാർത്ഥികൾ വീണ്ടും അക്ഷരമുറ്റത്ത്. വഴിമാറി നിന്ന അന്തരീക്ഷത്തിൽ പുത്തനുടുപ്പും ബാഗും പുസ്തകങ്ങളുമായി കുരുന്നുകൾ വിദ്യാലയങ്ങളിലെത്തി. പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദം നുകർന്ന 3 ലക്ഷത്തോളം കുട്ടികളാണ് 1ാം ക്ലാസ്സിലെത്തിയത്. ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് ആരോഗ്യ കേന്ദ്രം മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ് കരിക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രമെന്ന മന്ത്രി വീണ ജോർജ്. തട്ടകത്തിന്റെ കഥാകാരൻ കോവിലന്റെ 15ാം ഓർമ്മദിനം ആചരിച്ചു. പുല്ലാനിക്കുന്നത്തെ വസതിയായ ഗിരിയിൽ കോവിലന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മുരളി പെരുന്നെല്ലി MLA അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിനാവശ്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലെന്നും രമേശ്. വാർത്തകൾ വിശദമായി. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ പുത്തനുടുപ്പും ബാഗും പുസ്തകങ്ങളുമായി കുരുന്നുകൾ വിദ്യാലയങ്ങളിലെത്തി. പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദം നുകർന്ന 3 ലക്ഷത്തോളം കുട്ടികളാണ് 1ാം ക്ലാസ്സിലെത്തിയത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങാൻ പാടില്ലെന്നും എന്താണ് അറിവ് എന്ന ചോദ്യം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി 1ാം ക്ലാസ്സിലെ കുട്ടികളെ സ്വാഗതം ചെയ്തു. ചടങ്ങിന്റെ ലൈവ് വീഡിയോ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിച്ചിരുന്നു. തുടർന്ന് സ്കൂൾ തല പ്രവേശനോത്സവവും നടന്നു. മന്ത്രിമാരും കളക്ടർമാരും ജില്ലാതല പ്രവേശനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലെത്തുക. സാമൂഹ്യബോധം വളർത്തുന്ന 10 വിഷയങ്ങളായിരിക്കും ആദ്യ 2 ആഴ്ച വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. ലഹരി തടയുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും പഠന വിഷയമാകും. കാലവർഷക്കെടുതിയെ തുടർന്ന് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് അവധി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വേലൂർ പഞ്ചായത്ത് സ്ഥാപിച്ച തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. 38 വിദ്യാർത്ഥികളാണ് ബഡ്സ് സ്കൂളിലുള്ളത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷനായി. സാഹിത്യകാരനും സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ, ഗായിക ഡോക്ടർ ബിനിത രഞ്ജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി. ചൊവ്വന്നൂർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, ബഡ് സ്കൂൾ അധ്യാപിക അഞ്ജു, ICDS സൂപ്പർവൈസർ സഹീര, PTA പ്രസിഡന്റ് AJ ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. ത്തിൽ നിന്ന് മനുഷ്യനാകുന്നത് സഹജീവിയോടുള്ള സ്നേഹവും കരുതലും ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമ്പോൾ മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് സഹജീവി എന്ന് പറയുന്നത് മനുഷ്യരോട് മാത്രമല്ല, ജീവജാലങ്ങളോടെല്ലാം കരുതലുണ്ടാകുമ്പോഴാണ് മാനവികത ഉയർത്തിപ്പിടിക്കുന്നത്, മനുഷ്യത്വം ഉണ്ടാകുന്നത്. നമുക്ക് പ്രമുഖനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് ഇടയ്ക്ക് താൻ ചെയ്യുന്നത് എന്താണ് എന്ന് അറിയാതെ മാനസികമായ വിഭ്രാന്തിയിൽ അടിമപ്പെട്ടു പോയ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നത ശ്രേഷ്ഠനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി. 5000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള വാർഡുകളിൽ പ്രധാന ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 5417 ഉപ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് എങ്ങനെ വേണമെന്നുള്ളതിന്റെ മാതൃകയാണ് കരിക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രമെന്നും മന്ത്രി വീണ ജോർജ്. ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് ആരോഗ്യ കേന്ദ്രം ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എങ്ങനെയാണ് ജനങ്ങളുടെ കൂട്ടായ്മ ഒരു നാടിനെ മനോഹരമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് കരിക്കാട് ഉള്ളത്. ഈ ആരോഗ്യ കേന്ദ്രം ജനങ്ങളുടെ കൂട്ടായ്മയിൽ, ജനങ്ങളുടെ സ്വപ്നങ്ങളിൽ പിറന്ന് ജനങ്ങളുടെ കൂട്ടായ്മയിൽ വിരിഞ്ഞ ഒരു ആരോഗ്യ സ്ഥാപനമാണ്. ഇവിടെ ഈ ആരോഗ്യ സ്ഥാപനത്തിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും വായിച്ചിട്ടുണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രം. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ജനകീയ ആരോഗ്യ കേന്ദ്രം
ഈ ഒരു കാലഘട്ടത്തിൽ ഈ 4 വർഷ കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് പൊതുജന ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ആരോഗ്യ കേന്ദ്രം വാസ്തവത്തിൽ എങ്ങനെയാകണമെന്നുള്ളതിൻ്റെ മാതൃകയാണ് കരിക്കാട് ഇപ്പോൾ ഇവിടെ സമൂഹത്തിന് കാട്ടി നൽകിയിരിക്കുന്നു. കേരളത്തിൽ നമുക്ക് ചിലയിടങ്ങളിൽ ഇതുപോലെ ജനകീയ കൂട്ടായ്മകളിലൂടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ജനകീയ ആരോഗ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പീപ്പിൾസ് ഹെൽത്ത് സെൻ്ററാണ്. അതാണ് നമ്മൾ ഈ 5417 ആരോഗ്യ കേന്ദ്രങ്ങൾക്കും അങ്ങനെയാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയാണ് കരിക്കാട്. എല്ലാ ആശംസകളും. നല്ല നിലയിൽ ഇന്നു മുതൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാധിച്ചിട്ടുള്ളത് എല്ലാം ഒറ്റക്കെട്ടായിട്ടും പഞ്ചായത്തിൻ്റെ ആയാലും മറ്റ് ജനപ്രതിനിധികളായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ളവരായാലും പിന്നെ ഓഫീസേഴ്സ് ആയാലും നാട്ടുകാരായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ വർക്ക് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഫണ്ടിൻ്റെ നോക്കിയപ്പോഴത്തേക്ക് MLA ഫണ്ടിൽ നിന്ന് 15 പിന്നെ NHMന് 7 ലക്ഷവും ബാക്കി എല്ലാം ഫുള്ള് ജനകീയമായിട്ടുള്ള കൂട്ടായ്മ പല മേഖലകളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും പറഞ്ഞ പോലെ ചെറിയൊരു എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെ എല്ലാ രീതിയിലുള്ള എമൗണ്ടും ഇതിന് ഭാഗമായിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും ഇതിൽ ഓരോരുത്തർക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് ക്വാർട്ടേഴ്സ് കവി റഫീഖ് അഹമ്മദും സെമിനാർ ഹാളും ലൈബ്രറിയും ഗാനരചയിതാവ് BK ഹരിനാരായണനും ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായവരെ ആദരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, നാഷണൽ ഹെൽത്ത് മിഷൻ DPM ഡോക്ടർ P സജീവ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, കടവല്ലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവും ജനകീയ കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു ധർമ്മൻ, ജനകീയ കമ്മിറ്റി ജനറൽ കൺവീനർ C ഗിരീഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ T ശ്രീകാന്ത്, IMA കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഷമീർ C സുലൈമാൻ, ഓർത്തഡോക്സ് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച വടുതല ഏരുകുളത്തിന്റെ ശിലാഫലകം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11 മണിക്കും തിങ്കളാഴ്ച പുലർച്ചെ 6 മണിക്കും ഇടയിലാണ് സാമൂഹിക വിരുദ്ധർ ശിലാഫലകം നശിപ്പിച്ചത്. കുളത്തിന്റെ കൈവരിയിൽ സ്ഥാപിച്ച ശിലാഫലകം ചവിട്ടുപടിയിലേക്ക് മറിച്ചിട്ട് തകർത്ത നിലയിലാണ്. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ളതാണ് ഏരുകുളം. MLA AC മൊയ്തീൻ മന്ത്രിയായിരിക്കെ 2018-19 കാലയളവിൽ പ്രത്യേക വികസന നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളത്തിന്റെ കൈവരികൾ സ്ഥാപിച്ചത്. ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ച ശിലാഫലകമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. വളരെ എത്രയും മോശം നടപടി എന്ന് പറയാൻ പറ്റില്ല. സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ആരായാലും അത് ക്യാമറയൊക്കെ പല സ്ഥലത്തുണ്ട്, കണ്ടെത്തും. അത് ഇന്നലെ രാത്രി ഇത് തട്ടിമറിച്ചിട്ടിരിക്കുക. അപ്പോൾ ഈ പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളതിന് പകരം പൊതുമുതൽ നശിപ്പിക്കുക എന്ന ജനങ്ങളുടെ ഈ തെറ്റായ രീതി അത് തികച്ചും ശിക്ഷാർഹമാണ്. അതിനുവേണ്ടിയുള്ള നടപടി, കർശനമായിട്ടുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിനാവശ്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലെന്നും രമേശ് പറഞ്ഞു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തിനാണ് ഈ സർക്കാർ പരിപാടികളിൽ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ അരിയിട്ടു വാഴ്ത്തുന്നത് എന്ന് ചോദ്യം ഉയരുന്നത് CPM-നകത്താണ്. വേറെ ആവശ്യമില്ല സത്യത്തിൽ. പക്ഷെ സർക്കാരിൻ്റെ വാർഷികാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുകയാണ്. ഈ സർക്കാർ മറുപടി പറയേണ്ടത്, നിങ്ങൾ 9ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒരു വികസന പദ്ധതി നിങ്ങൾ ആരംഭിച്ചോ? ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചോ? കേരളത്തിലെ ഏതെങ്കിലും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചു? മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് ഭരണം നടത്തുന്നത്. 100 രൂപയുടെ വർധനവിനു വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ആവശ്യം പരിഗണിക്കാത്ത മുഖ്യമന്ത്രി
മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പ്രമോഷനു വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും കോടികളാണ് ചെലവഴിക്കുന്നത്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ നടക്കുന്ന ഉദ്ഘാടനങ്ങളിൽ പോലും മുഹമ്മദ് റിയാസിനെ അധ്യക്ഷനാക്കുന്ന മുഖ്യമന്ത്രി തനിക്ക് ശേഷം CPM-ൽ മരുമകന് സ്ഥാനം ഉറപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ മേഖലകളിലും ഇടതുപക്ഷ സർക്കാർ പരാജയമാണ്. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസം നടപ്പിലാക്കാൻ 1 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചെന്നും കേരളത്തിലും BJP വലിയ ശക്തിയായി മാറിയെന്നും MT രമേശ് പറഞ്ഞു. 3 മാസക്കാലം ആശാ വർക്കർമാർ സമരം നടത്തിയത് 100 രൂപ കൂട്ടിക്കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ 100 കോടിയിൽ 23,000-ലേറെ വരുന്ന 26,000-ഓളം വരുന്ന കേരളത്തിലെ ആശാ വർക്കർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുത്താൽ നിങ്ങൾക്കൊരു വർഷം എത്ര രൂപയാകും? ഈ 100 കോടിയുടെ ആവശ്യമില്ലല്ലോ. ആ 100 കോടി രൂപയുടെ 1/4 ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് നിങ്ങൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്ത പണമുണ്ടായിരുന്നുവെങ്കിൽ ആശാ വർക്കർമാർക്ക് നിങ്ങൾക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാമായിരുന്നല്ലോ. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത്, സെക്രട്ടറി നിത്യസാഗർ, മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, ജില്ലാ സെക്രട്ടറി ഷിനി സുനിലൻ, ഇ ചന്ദ്രൻ, സുമൻ തയ്യൂർ, രേഷ്മ സുധീഷ്, മുകുന്ദൻ, യദുകൃഷ്ണൻ, TG സുരേഷ്, സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. AD 52 വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുണ്യശ്രേഷ്ഠരുടെ തിരുശേഷിപ്പുകൾ പുനഃസ്ഥാപിച്ചു. സഭാ ജ്യോതിസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് 1-ാമൻ തിരുമേനിയുടെയും സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് 2-ാമൻ തിരുമേനിയുടെയും പരിശുദ്ധ മോറാൻ മാർ വസേലിയോസ് മാർത്തോമ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവയുടെയും തിരുശേഷിപ്പുകളാണ് പുനഃസ്ഥാപിച്ചത്. സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മിത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം പുനഃപ്രതിഷ്ഠ നിർവഹിച്ചു. 2025 കുന്നംകുളം മെത്രാസന ദിനത്തോടനുബന്ധിച്ചുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഇടവകതല ഉദ്ഘാടനം യൂലിയോസ് മിത്രാപ്പൊലിത്ത നിർവഹിച്ചു. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി PV ഷാജു, സെക്രട്ടറി CK ബിനു എന്നിവർ അടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. കറന്റില്ല, കാഴ്ചയില്ല, കളവുകളും അപകടങ്ങളും കുറവില്ല. ചൂട്ട് കത്തിച്ച് പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഗുരുവായൂർ മാവിൻചുവട് തൊട്ട് നഗരസഭാ ശ്മശാനം വരെയുള്ള PWD പ്രധാന പാതയിൽ കണ്ടംകുളം ജംഗ്ഷൻ കപ്പേള പള്ളി പരിസരം തൊട്ട് വടക്കോട്ടും പടിഞ്ഞാറും കിഴക്കോട്ടുമായി തെരുവു വിളക്കുകൾ സ്ഥിരമായി കണ്ണടയ്ക്കുന്നതിനാൽ പ്രദേശവാസികൾക്കും യാത്രികർക്കും സഞ്ചാരം അതിദുഷ്കരമാണ്. കാനയിലേക്ക് വാഹനങ്ങളിറങ്ങി അപകടങ്ങൾ വിളിച്ചുവരുത്തുകയുമാണ്. ഈ റോഡിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വീടുകളിൽ കയറി കഴിഞ്ഞ ദിവസം പുലർച്ചെ മോഷ്ടാക്കൾ അമ്മമാരെ മർദ്ദിച്ച് മോഷണം നടത്തി ഭീതി വിതച്ചത്. രാത്രിയിൽ കാൽനട വരെ ദുഷ്കരമാണ്. നിലവിലെ ദുരവസ്ഥയിൽ വിഷയപ്രാധാന്യം കണക്കിലെടുത്ത് തെരുവു വിളക്കുകൾ യഥാസമയം കത്തിച്ച് പ്രദേശവാസികൾക്ക് അപകടങ്ങളും ഭീതിയും ഒഴിവാക്കുന്നതിന് അധികാരികളും ബന്ധപ്പെട്ടവരും കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ 26-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികൾ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചത്. ഇരിങ്ങപ്പുറം ലിങ്ക് റോഡിൽ നിന്ന് പ്രകടനമായി എത്തിച്ചേർന്ന് കണ്ടംകുളം ജംഗ്ഷൻ പരിസരത്തായിരുന്നു പ്രതിഷേധ സമരം. ഗുരുവായൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CK ഡേവിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമരസദസ്സിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട്, ബ്ലോക്ക് സെക്രട്ടറി PI ലാസർ, നേതാക്കളായ ഷാജൻ വെള്ളറ, CJ ക്രിസ്റ്റൽ, TS കുമാരൻ, ഫ്രാൻസി പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് CK സണ്ണി, CP ജെയ്സൺ, ലൈജു ലാസർ, ജോൺ കരോൾ, ജാക്സി വടക്കേത്തല, സോമൻ ആലുക്കൽ, കണ്ണൻ V എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ മുണ്ടത്തിക്കോട് കൊട്ടിലിങ്ങൽ 20 വയസ്സുള്ള അഭിനവ്, ചെറനല്ലൂർ കാവലക്കാട് 31 വയസ്സുള്ള ക്രിസ്റ്റഫർ എന്നിവർക്കാണ് പരിക്കേറ്റത്. അഭിനവിന് കാലിന് ഗുരുതരമായി പരിക്കുണ്ട്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ എരുമപ്പെട്ടി വായനശാല റോഡിന് സമീപമായിരുന്നു അപകടം. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ക്രിസ്റ്റഫർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മുന്നിൽ പോകുന്ന കാറിനെ മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം. അമിത വേഗത്തിൽ മുന്നിൽ സഞ്ചരിച്ചിരുന്ന കാറിനും എതിരെ വന്നിരുന്ന ടോറസ് ടിപ്പറിനും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ കാറിന്റെ സൈഡ് മിററിൽ തട്ടുകയും നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന അഭിനവിന്റെ ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു. അഭിനവിന്റെ കാലിലാണ് ബൈക്ക് ഇടിച്ചത്. വലതുകാലിന് സാരമായി പരിക്കുണ്ട്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ തൃശൂർ മുളങ്ങുന്നത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തട്ടകത്തിന്റെ കഥാകാരൻ കോവിലന്റെ 15ാം ഓർമ്മദിനത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പൊല്ലാനിക്കുന്നത്തെ വസതിയായ ഗിരിയിൽ കോവിലന്റെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി പട്ടാള കഥകളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നിരവധി കഥകളിൽ നമ്മുടെ കണ്ടാണിശ്ശേരിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും നിരവധി കഥാപാത്രങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന ആ നിലയിൽ കഥാരചന രംഗത്ത് വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രിയപ്പെട്ട കോവിലൻ്റെ ഈ 15ാം അനുസ്മരണ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ബീന അജിതൻ ദീപം തെളിയിച്ചു. തുടർന്നു നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ P. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോകോത്തര എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിന് സമശീർഷനാണ് മലയാളത്തിന്റെ കോവിലനെന്ന് P. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ലാറ്റിൻ അമേരിക്കയുടെ തോറ്റംപാട്ടുകളെന്ന കോവിലന്റെ മാർക്വേസിനെക്കുറിച്ചുള്ള പഠനമാണ് മാർക്വേസിനെക്കുറിച്ച് ഭാരതീയ ഭാഷകളിൽ ആദ്യകാലത്ത് പുറത്തിറങ്ങിയ മികച്ച നിരീക്ഷണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിലിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മൾബറി അവാർഡായിട്ടുള്ള സരസ്വതി വിഗ്രഹം അതിപ്പോൾ പരിപൂർണമായിട്ടും ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ആ സരസ്വതി വിഗ്രഹം കോവിലിന്റെ കൈമാറിയതാണ്. അതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ അമൂല്യമായി സൂക്ഷിക്കുകയാണ്. അതിനു മുമ്പ് തുടങ്ങുന്നതാണ് കോവിലിനുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം. KF ഡേവിസ്, PRN നമ്പീശൻ, ഡോക്ടർ AM റീന, AD ആൻഡു, PJ സ്റ്റൈജു മാസ്റ്റർ, പ്രൊഫസർ M ചന്ദ്രമണി, MJ പൗർണിമ, ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ ശ്രീകല, ഡോക്ടർ VK നാരായണൻ, ഹരീഷ് നാരായണൻ, TV ജോൺസൺ, സുനിൽ ചുണ്ടൽ, KK ബക്കർ എന്നിവർ സംസാരിച്ചു. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ദ്രോഹശക്തികൾക്കെതിരായി ജാഗ്രതയോടെ നിലയുറപ്പിക്കേണ്ട കാലഘട്ടമാണിതെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIMന്റെ സമുന്നത നേതാവുമായിരുന്ന KK കേശവേട്ടന്റെ 14ാം ചരമവാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൾ ഖാദർ. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ജൈനനായാലും പാഴ്സിയായാലും നമ്മുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ജനങ്ങൾക്കിടയിൽ ജാതീയതയുടെയും വർഗീയതയുടെയും വിഷവിത്ത് പാകാനാണ് ഛിദ്രശക്തികൾ ശ്രമിക്കുന്നത്. ഒട്ടേറെ അടിച്ചമർത്തലുകളും കടന്നാക്രമണങ്ങളും നേരിട്ടുകൊണ്ടാണ് കേശവേട്ടൻ ഉൾപ്പെടെയുള്ള ആദ്യകാല നേതാക്കൾ ഈ നാട്ടിൽ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങൾക്കു വേണ്ടി സധൈര്യം പോരാടിയത്. പുതിയ തലമുറയിലെ ആളുകളിലേക്ക് കേശവേട്ടൻ ആരായിരുന്നു എന്ന സന്ദേശം എത്തിക്കുന്നതിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കേശവേട്ടനെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്വം അവർ നൽകിയ സന്ദേശം പ്രാവർത്തികമാക്കുക എന്നതാണെന്നും അബ്ദുൾ ഖാദർ വ്യക്തമാക്കി. കേശവേട്ടൻ ഈ നാടിൻ്റെ പ്രിയങ്കരനായ നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ അടിച്ചമർത്തലുകളും കടന്നാക്രമണങ്ങളും നേരിട്ടുകൊണ്ട് ഈ നാട്ടിൽ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സധീരം പോരാടിയ നേതാവായിരുന്നു കേശവേട്ടൻ. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ദ്രോഹശക്തികൾക്കെതിരായിട്ട് നാം ജാഗ്രത പാലിക്കണം. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ജൈനനായാലും പാഴ്സിയായാലും സിഖായാലും ഏത് മതവിശ്വാസത്തിൽ ജീവിക്കുന്നവരായാലും നമ്മുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CPM കണ്ടാണശ്ശേരി മറ്റം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം പ്രകടനത്തോടെയാണ് ആരംഭിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം ചൊവ്വലൂർ ദോഫാർ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്നു നടന്ന അനുസ്മരണ യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TV ഹരിദാസൻ, M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MN സത്യൻ, ഉഷ പ്രഭുകുമാർ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PA മുസ്തഫ, C അംബികേശൻ, ലോക്കൽ സെക്രട്ടറിമാരായ KS ദിലീപ്, MV സന്തോഷ് എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പ്ലാവിൽ നിന്ന് ചക്ക പറിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. തളി പേങ്ങാട്ടിപ്പടി ശങ്കരൻ മകൻ 47 വയസ്സുള്ള ശശിയാണ് മരിച്ചത്. രതി ഭാര്യയും ശരണ്യ മകളുമാണ്. പന്തൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ക്ഷേമ ബോർഡ് നിലവിൽ കൊണ്ടുവരണമെന്ന് പന്തൽ വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
മുതുവട്ടൂർ ശിക്ഷക് സദനിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് യാസിർ ഉദ്ഘാടനം ചെയ്തു. PWF തൃശൂർ ജില്ലാ പ്രസിഡന്റ് കാസിം അധ്യക്ഷത വഹിച്ചു. സംഘടനാ വനിതാ വിംഗ് സെക്രട്ടറി ബേബി പ്രകാശൻ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരച്ചടങ്ങും നടന്നു. തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാനിർ സ്വാഗതവും ജില്ലാ ട്രഷറർ സിന്ധു ഹരിദാസ് നന്ദിയും പറഞ്ഞു. ഒരു മാസം മുമ്പ് റീടാറിംഗ് നടത്തിയ പുന്നയൂർ ആക്കിപ്പറമ്പ് ഒറ്റയിനി റോഡ് തകർന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് പെട്ടെന്നുള്ള റോഡ് തകർച്ചയ്ക്കുള്ള കാരണമെന്ന് പ്രദേശവാസികൾ. പുന്നയൂർ പഞ്ചായത്തിന് തൊട്ടു മുമ്പിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണ് ആക്കിപ്പറമ്പ് ഒറ്റയിനി റോഡ്. ജലനിധിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഗ്രൗണ്ട് പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായി കുറച്ച് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു റോഡ്. തുടർന്ന് നാട്ടുകാരുടെ പരാതിയും പ്രതിഷേധങ്ങളും ഉയർന്നതിനെ തുടർന്ന് ഏകദേശം 8 ലക്ഷത്തിലധികം രൂപ ചെലവിൽ ഒരു മാസം മുമ്പാണ് റോഡ് ടാർ ചെയ്തത്. അന്ന് തന്നെ നിർമ്മാണത്തിൽ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ പഴയ റോഡിന് മുകളിൽ മണ്ണിടിച്ച് നിരപ്പാക്കി അതിനു മുകളിലാണ് പൊടിമെറ്റലടിച്ച് ടാർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവരുടെ ആരോപണം. 2 മഴ പെയ്തതോടുകൂടി മെറ്റലുകൾ ഒലിച്ചു പോവുകയും മണ്ണ് പുറത്തേക്ക് കാണുന്ന സ്ഥിതിയുമാണ്. പല സ്ഥലങ്ങളിലും റോഡ് തകരുകയും കുണ്ടും കുഴിയും രൂപപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുമാണ്. വെള്ളം ഒലിച്ചു പോകുന്നതിന് കാനയോ മറ്റ് സംവിധാനങ്ങളോ മുഴുവനായും നിർമ്മിച്ചിട്ടില്ല. ഇതുമൂലം റോഡിനു മുകളിലൂടെ തന്നെയാണ് മഴവെള്ളം ഒലിച്ചു പോകുന്നത്. ഇത് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ദുരിതമാണ് സൃഷ്ടിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകനായ സഞ്ജിത്ത് പറഞ്ഞു. പഞ്ചായത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ പോലെ ഏകദേശം 40 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ റോഡ് ഞങ്ങൾ പഞ്ചായത്തിനെതിരെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും UDFിന്റെ നേതൃത്വത്തിലൊക്കെ ഇവിടെ സമരം ധർണയും റോഡ് ഉപരോധമൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായി ഏകദേശം ഒരു 40 ദിവസം മുന്നെയാണ് ഈ റോഡിൻ്റെ പണികൾ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയത്. അതിലും ഇതുപോലെ അഴിമതി നിറഞ്ഞ ഒരു റോഡാണ് ഈ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഈ ടാറിങ് ചെയ്തതിൻ്റെ അടിവശത്ത് ചുവന്ന മണ്ണ് പൊന്തി വരുന്നു. ടാറും ആവശ്യത്തിന് ഇല്ല. അതുപോലെ തന്നെ മെറ്റലും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും 20ാം വാർഡ് മെമ്പർ C. അഷ്റഫ് ആരോപിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ റോഡിന് ഇരുവശവും കാനകൾ നിർമ്മിച്ച് റോഡ് നിർമ്മാണം നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും പഞ്ചായത്ത് അംഗം കൂട്ടിച്ചേർത്തു. ഈ റോഡ് ടാർ ചെയ്യാൻ നിൽക്കാൻ സാധ്യത ഒരിക്കലും സാധ്യതയില്ല. കാരണം ഈ റോഡിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഈ തൊട്ടടുത്ത ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പോകുന്നത്. നിർബന്ധമായും ഈ റോഡിന്റെ ഈ സൈഡ് നിർബന്ധമായും ഈ റോഡിന്റെ ഈ വലത് സൈഡ് ഇപ്പൊ നിൽക്കുന്ന വലത് സൈഡ് നിർബന്ധമായും കാന വെച്ചെങ്കിൽ മാത്രമേ ഈ വെള്ളത്തിന് ഒരു ശാശ്വത പരിഹാരമായിട്ട് വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ ആ ദുരിതത്തിന് ഒരു അറുതി വരും നിലക്ക് ടാറിങ് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയുണ്ടായത്. ഈ വികസനങ്ങൾ മുഴുവനും അഴിമതി നടത്താനുള്ള ഒരു വികസനമായിട്ടാണ് UDFിനും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ ഉപനേതാവ് നിലയ്ക്ക് എനിക്കും ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് വാർഷിക സമ്മേളനം ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്നു. തൃശൂർ ജില്ലാ AKPBA പ്രസിഡന്റ് PV ഷാജി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചാവക്കാട് താലൂക്ക് പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് തച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി PK രാജേശ്വരൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും മെമ്പർമാരിൽ 25-50 വർഷം പൂർത്തിയാക്കിയവരെയും ആദരിച്ചു. മുക്കുപണ്ട പണയം മാഫിയയ്ക്കെതിരെ സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബറിന് സംഘടനാ മെമ്മോറാണ്ടം നൽകി. അംഗങ്ങൾക്കുള്ള ID കാർഡുകളും വിതരണം ചെയ്തു. യോഗത്തിൽ ജെയ്സൺ ആളുകാരൻ, ബൈജു ലൂയിസ്, റോണി ജോസ്, PV രാജൻ, സുരേഷ് അരിക്കാട്ട്, EA ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിൽ ഇടം നേടിയ അഭിമാന വിജയങ്ങളോടെ ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാൽ പടിയിറങ്ങി. 2 ഒളിമ്പ്യന്മാരെയും നിരവധി കിരീടങ്ങളും ശ്രീകൃഷ്ണയുടെ ചരിത്രശേഖരത്തിലേക്ക് സമ്മാനിച്ചാണ് ഹരിദയാൽ ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞത്. ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോയമ്പത്തൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ 1995 ജൂൺ 16-നാണ് കായിക അധ്യാപകനായി ഹരിദയാലിന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത്. 1.5 പതിറ്റാണ്ട് നീണ്ട സേവനത്തിന് ശേഷം
2010-ലാണ് കായിക അധ്യാപകനായി ശ്രീകൃഷ്ണയിലേക്ക് ഹരിദയാൽ കടന്നുവരുന്നത്. ഈ കാലയളവിൽ കായിക നേട്ടങ്ങൾ നിരവധിയുണ്ടായിരുന്നുവെങ്കിലും കലാലയത്തിന്റെ ചരിത്രത്തിൽ ഒളിമ്പ്യന്മാർ ഉണ്ടായിരുന്നില്ല. കായിക വിഭാഗം മേധാവി എന്ന നിലയിൽ കായിക പ്രതിഭകളായ വിദ്യാർത്ഥികളെ കണ്ടെത്തി മികച്ച പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കുക എന്ന ഹരിദയാലിന്റെ ദീർഘവീക്ഷണം കുഞ്ഞു മുഹമ്മദ് അനസ് യഹിയ എന്നീ ഒളിമ്പ്യന്മാരെ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് സന്തോഷ് ട്രോഫി കളിക്കുന്ന ആദ്യ താരമായി മുഹമ്മദ് സഫ്നീത് മാറിയതും ഹരിദയാലിന്റെ ശിക്ഷണത്തിലായിരുന്നു. ശരീര സൗന്ദര്യ മത്സരങ്ങളിലെ ശ്രീകൃഷ്ണയുടെ അജയ്യത തുടരെയുള്ള കിരീട നേട്ടങ്ങളിലൂടെ ശ്രീകൃഷ്ണ സ്വന്തമാക്കുന്നതിന് പിന്നിൽ കായിക വിഭാഗം മേധാവി എന്ന നിലയിലുള്ള ഹരിദയാലിന്റെ കൂർമ്മബുദ്ധിയുടെ മറ്റൊരു ഉദാഹരണമാണ്. അധ്യാപകൻ എന്നതിലുപരി കായിക താരങ്ങളുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും അടുത്ത സുഹൃത്ത് എന്ന നിലയിലാണ് ഹരിദയാലിന്റെ ഇടപെടലുകൾ. ക്രോസ് കൺട്രി, ബോൾ ബാഡ്മിന്റൺ, ഷട്ടിൽ ബാഡ്മിന്റൺ, കളരിപ്പയറ്റ് തുടങ്ങി വിവിധ കായിക ഇനങ്ങളിലും ശ്രീകൃഷ്ണ അഭിമാനകരമായ കിരീടങ്ങൾ നേടിയതിനു പിന്നിലും ഹരിദയാൽ എന്ന കായിക അധ്യാപകന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണ ആതിഥേയത്വം വഹിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായി ശ്രീകൃഷ്ണയെ റണ്ണറപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് കൂടി തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ നേട്ടങ്ങളിൽ എഴുതിച്ചേർത്താണ് ഹരിദയാൽ മാസ്റ്ററുടെ പടിയിറക്കം. ജീവിതം സ്പോർട്സിനായി മാറ്റിവെച്ച കായിക അധ്യാപകൻ, ഒരിക്കൽ പരിചയപ്പെട്ടവരെ ആത്മമിത്രങ്ങളാക്കുന്ന സഹൃദയൻ, സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയങ്കരൻ. ഒരുപാട് വിശേഷണങ്ങൾ ഇനിയും പറയാവുന്ന ഹരിദയാൽ മാസ്റ്റർ എന്ന പേര് ശ്രീകൃഷ്ണയുടെ കായിക ചരിത്രത്തിൽ തങ്കത്തിളക്കത്തോടെ എന്നും നിലനിൽക്കും. ചാവക്കാട് ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രിയദർശിനി ജനകീയ വേദി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചാവക്കാട് മണത്തല പള്ളിക്ക് സമീപം നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് KP റഷീദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഉമ്മർ എരമംഗലം അധ്യക്ഷത വഹിച്ചു. പുന്നേർകുളം ആസാദ് ഫൗണ്ടേഷൻ ചെയർമാൻ സലീൽ അറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ഗോപാലകൃഷ്ണൻ, മോഹൻദാസ് ചേലനാട്, ജമാൽ താമരത്ത്, ഗഫൂർ മാറഞ്ചേരി എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ സിമന്റ് കമ്പനിക്കാരും കട്ടക്കാരും കമ്പി ഉൽപാദകരും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും മണ്ണ് മാഫിയ മുതലാളികൾമാർക്കും മാത്രമാണ് ഇതിന്റെ ഉപയോഗം ലഭിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ സാധനങ്ങൾ വീണ്ടും വിറ്റുപോകാനുള്ള സാഹചര്യം വന്നു. വീണ്ടും ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് വ്യാപാരം കിട്ടുന്നതല്ലാതെ സാധാരണക്കാരായ നികുതി കൊടുക്കുന്ന അവന്റെ നികുതി പണത്തിൽ നിന്ന് തുടങ്ങിയ 2-3 തവണ പണം വരുമ്പോഴുള്ള ദുരന്തം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം മുരിങ്ങാത്തേരി 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TR ഷിജു അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, മുൻ പ്രസിഡന്റ് NK കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, KK ജോസഫ്, ലിജോ കണ്ണനായിക്കൽ, അമൃത ഷിജു, റോബിൻ പതിയാരം എന്നിവർ സംസാരിച്ചു. റാഫേൽ അന്തിക്കാട്, രജീവ് നെല്ലുവായ്, മണി വെള്ളത്തേരി, ബേബി റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ റുക്കിയയെ ആദരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷമായി നടന്നുവരുന്ന ഇൻസ്പയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മന്ദലാംകുന്ന് നന്മ സെന്ററിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉപഹാര സമർപ്പണം നടത്തി. മന്ദലാംകുന്ന് GFUP സ്കൂൾ പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് വിശിഷ്ടാതിഥിയായി. സിജി സീനിയർ കരിയർ വിദഗ്ധനും മെന്ററുമായ റാഫി പൊന്നാനി ക്ലാസ് നയിച്ചു. വാർഡിൽ നിന്നും SSLC +2 പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും മന്ദലാംകുന്ന് GFUP സ്കൂളിൽ നിന്ന് USS LSS പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുമാണ് അവാർഡ് നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി മോട്ടിവേഷൻ, അഡ്മിഷൻ, ഹെൽപ്പ് ഡെസ്ക് എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. PM ഹൈദരാലി, ബിനീഷ് വലിയകത്ത്, TA ആയിഷ, AV വത്സ, PM ഫിറോസ്, TM ജിൻഷാദ്, ഹുസൈൻ എടയൂർ, ആദിൽ പൂവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ TK അനീസ് മാസ്റ്റർ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ KB ബാദുഷ നന്ദിയും പറഞ്ഞു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള ആളൂർ മേഖലയിലെ 8-9 വാർഡ് കമ്മിറ്റികളുടെ സമ്മേളനവും മഹാത്മാഗാന്ധി കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ നടന്ന കുടുംബസംഗമത്തിന്റെയും സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി PK രാജൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MK അപ്പു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അഖിൽ അറങ്ങാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗം സെബീന റിറ്റോ, മറ്റം ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, നേതാക്കളായ സിംസൺ കൂത്തൂർ, ഫാഗി മാസ്റ്റർ, വിജീഷ് വിജയൻ, RK സെയ്തുമോൻ, അജീഷ് എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കലും നടന്നു. വർണ്ണാഭമായ അന്തരീക്ഷത്തിലായിരുന്നു മധ്യവേനൽ അവധി കഴിഞ്ഞുള്ള സ്കൂൾ പ്രവേശന ദിനത്തിലെ ആഘോഷങ്ങൾ. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ മധുരം നൽകിയും ചെറിയ ഉപഹാരങ്ങൾ നൽകിയും കുരുന്നുകളെ വരവേറ്റും വിവിധയിടങ്ങളിലായി നടന്ന പ്രവേശനോത്സവങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷനായി. MK സോമൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ TD ദയൻ, പ്രിൻസിപ്പൽ S കവിത, പ്രധാനാധ്യാപകൻ രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ വാർഡ് കൗൺസിലർ PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനം PTA പ്രസിഡന്റ് CA അബീന നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് PK റംല സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി MK സലീം നന്ദിയും പറഞ്ഞു. PTA-യുടെ നേതൃത്വത്തിൽ മധുര വിതരണവും നവാഗതരായ 35ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വാഗ മാലതി UP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ, രാജീവ് മണികണ്ഠൻ എന്നിവർ ചേർന്ന് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായി. നവാഗതരെ സമ്മാനങ്ങൾ നൽകിയാണ് വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചത്. വിദ്യാർത്ഥികളും വിദ്യാലയവും എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് മെസ്മിൻ ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക VV സ്മിത, അധ്യാപക പ്രതിനിധികളായ നിഷ, മിനി എന്നിവർ സംസാരിച്ചു. ശുചിത്വ മിഷന്റെ ഭാഗമായി എല്ലാ വിദ്യാർത്ഥികളും ശുചിത്വ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പരിസരം വൃത്തിയാക്കി. പായസ വിതരണവും ഉണ്ടായി. പ്രവേശനോത്സവത്തോടെ മറ്റം ഇടവകയിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ 2025-26 അധ്യയന വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകളിലേക്കുള്ള പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ ബലൂണും വചന ബാഡ്ജും മധുരവും നൽകി സ്വീകരിച്ചു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ ഹാഡ്ലി നീലങ്കാവിൽ, വിശ്വാസ പരിശീലന വിഭാഗം പ്രിൻസിപ്പാൾ VK ജോർജ് മാസ്റ്റർ, സെക്രട്ടറി ആന്റണി T. സൈമൺ, PTA പ്രസിഡന്റ് CL ആന്റണി, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. വിശ്വാസ പരിശീലകർ പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും കാഴ്ച സമർപ്പണം നടത്തുകയും ചെയ്തു. പുതിയതായി 1ാം ക്ലാസ്സിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് വികാരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രവേശനോത്സവത്തിന് വിശ്വാസ പരിശീലകരും മാതാപിതാക്കളും നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിൽ നിന്ന് വിരമിച്ച വിവിധ സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥർക്ക് നഗരസഭ യാത്രയപ്പ് നൽകി. ക്ലീൻ സിറ്റി മാനേജർ സതീഷ് കുമാർ, സീനിയർ ക്ലർക്ക് മഞ്ജു ഭാഷിണി, ഓഫീസ് അറ്റൻഡ് സേതു, ശുചീകരണ വിഭാഗം തൊഴിലാളികളായ PK മണികണ്ഠൻ, KK സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് കോൺഫറൻസ് ഹാളിൽ യാത്രയപ്പ് നൽകിയത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T. സോമശേഖരൻ, PK ഷെബീർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്നവർക്ക് നഗരസഭയുടെ ഉപഹാരം ചെയർപേഴ്സൺ കൈമാറി. SSLC+2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും ഉണ്ടായി. DYFI പഠനോത്സവം തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ചാവക്കാട് ടൗൺ ഈസ്റ്റ് യൂണിറ്റിൽ നടന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, ഗുരുവായൂർ MLA NK അക്ബർ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുകന്യ ബൈജു, KS റോസൽ രാജ്, കൗൺസിലർമാരായ KV ഷാനവാസ്, അക്ബർ കോനോത്ത് എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് റിനൂസ് സ്വാഗതവും ദീപക് നന്ദിയും പറഞ്ഞു. തൃപ്പറ്റ സനാതന സേവാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പുന്നൂർകുളം ആൽത്തറ രാമരാജ സ്കൂളിൽ നടത്തിയ അനുമോദന ചടങ്ങ് KR അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബിജു പോളു ആമുഖ പ്രഭാഷണം നടത്തി. അധ്യാപകരായ ഗീത, സാവിത്രി, നവീന എന്നിവർ പഠന സന്ദേശം നൽകി. ഷാജി തൃപ്പറ്റ്, വിനോദ് പന്തല്ലൂർ, സന്ദീപ് താമരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചിറമനേങ്ങാട് ടീം ചിൽഡ്രൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ OG ഗിരീഷ് അധ്യക്ഷനായി.
ക്ലബ് സെക്രട്ടറി NV സജയ് സ്വാഗതവും രക്ഷാധികാരി TA ദിനേശ് നന്ദിയും പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർ KC ബിനീഷ് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം എരുമപ്പെട്ടി കുണ്ടന്നൂർ പൊറിഞ്ചു തോമക്കുട്ടി നിര്യാതനായി. 92 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കർമ്മലമാതാ ദേവാലയത്തിൽ നടക്കും. പരേതയായ ലിസി, ഗ്രേസി, ഫ്രാൻസിസ്, ജോൺസൺ, ഡേവിസ്, ടോമി, വിൻസെന്റ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറിവിന്റെ ആകാശത്തേക്ക് പറന്നുയരാൻ വിദ്യാർത്ഥികൾ വീണ്ടും അക്ഷരമുറ്റത്ത്. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ പുത്തനുടുപ്പും ബാഗും പുസ്തകങ്ങളുമായി കുരുന്നുകൾ വിദ്യാലയങ്ങളിലെത്തി. പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദം നുകർന്ന് 3 ലക്ഷത്തോളം കുട്ടികളാണ് 1ാം ക്ലാസ്സിലെത്തിയത്. ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് ആരോഗ്യ കേന്ദ്രം മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്ത് തന്നെ മാതൃകയാണ് കരിക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രമെന്ന മന്ത്രി വീണ ജോർജ്. തട്ടകത്തിന്റെ കഥാകാരൻ കോവിലന്റെ 15ാം ഓർമ്മദിനം ആചരിച്ചു. പുല്ലാനിക്കുന്നത്തെ വസതിയായ ഗിരിയിൽ കോവിലന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മുരളി പെരുന്നെല്ലി MLA അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിന് ആവശ്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലെന്നും രമേശ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.